ഹലോ ഗൈസ് വെൽക്കം ടു അവർ ക്രിസ്മസ് വ്ലോഗ്. അപ്പോൾ ഒരു വണ്ടി നിറയെ ഡെക്കറേഷൻ സാധനങ്ങളുമായിട്ട് നമ്മൾ ഹാളിലേക്ക് പോവാണ്. ഇപ്പം നമുക്ക് ഇന്ന് വൈകിട്ടാണ് പരിപാടി. ദിവ്യ ചേച്ചിയുണ്ട്, കെവിൻ ചേട്ടനും അമല രാഹുൽ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. ഇവിടെ നിന്ന് ഇത്തിരി ദൂരമുണ്ട് ഹാളിലേക്ക്. അപ്പോൾ ഒരു 2-2:30 ആവാറായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെന്ന് ചടപടയെന്ന് എല്ലാം തീർത്തിട്ട് വേണം വന്ന് റെഡിയായി പരിപാടിക്ക് പോകാനായിട്ട്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ചേട്ടന്മാരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ നമുക്കെല്ലാം തീർക്കാൻ പറ്റി. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇതിനേക്കാളും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റിയുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡെക്കറേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രാവശ്യം. സംഭവം ഭയങ്കര സിമ്പിളായിരുന്നു, പക്ഷെ ഒരു നല്ല ക്രിസ്മസ് ഫീലും ഉണ്ടായി. കാണുന്നുണ്ടെങ്കിൽ എന്തോരം ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇരിച്ചു, കാരണം റെഡി ആവാനുണ്ടായിരുന്നല്ലോ. നമ്മൾ വന്നപ്പോഴത്തേക്കും കുറച്ചുപേരൊക്കെ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ലാസ്റ്റ് മിനിറ്റ് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഞാനാണെങ്കിൽ സ്കേർട്ടും ടോപ്പും അല്ലെങ്കിൽ ചുരിദാറൊക്കെ ഇടാന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് എനിക്ക് പ്ലാൻ മാറ്റേണ്ടി വന്നു. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി വെച്ച ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടു. ക്രിസ്മസിന്റെ ഒരു തീമിൽ പെട്ടതാണ് എന്നാണ് എൻ്റെ ഒരു നിഗമനം. സ്റ്റിൽ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉള്ളവർ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തെടുത്ത് പോവായിരുന്നു. ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്ക് എൻ്റെ മുടി കെട്ടാൻ പറ്റിയില്ല. അതിന്റെ വിഷമം എൻ്റെ മുഖത്ത് കാണാനുണ്ട്. നമ്മൾ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം കുട്ടികൾ കുറെ പേരുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ ഡാൻസും പരിപാടികളൊക്കെ ഉള്ളതാണ്. അപ്പോഴത്തേക്ക് ക്ഷീണിച്ചിരിക്കരുതല്ലോ. സൈഡിൽ കൂടെ ശ്രീജിത്തായിരുന്ന ചിപ്പി ചേച്ചിയുടെ ലാപ്ടോപ്പ് ചാർജിനിടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും കണ്ട് സംസാരിച്ച് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ നേരം നടന്നു. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറി. ഇത് കഴിഞ്ഞ് കളിക്കാനുള്ള ഡാൻസിന്റെ സ്റ്റെപ്പുകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് മുഖത്ത് കാണാനും ഉണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫോട്ടോ പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ മിക്ക പരിപാടികൾക്കും തന്നെ ബുക്ക് ചെയ്യുന്ന ഒരു ഹാളാണത്. നമ്മുടെ ടൗണിൽ നിന്ന് ഒരു ഇച്ചിരി പുറത്തേക്ക് മാറിയിട്ടാണ്. ഇച്ചിരി ദൂരമുണ്ട്, പക്ഷെ എന്നാലും നല്ല ചെറിയ ഒരു കുഞ്ഞു ഹാള്. എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു ഹോംലി ഫീലാണ്. സ്റ്റാർട്ടേഴ്സായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് ട്യൂണ കട്ട്ലറ്റും സ്പ്രിംഗ് റോൾസും പിന്നെ ചിക്കൻ പഫ്സൊക്കെയാണ്. ദിവ്യ ചേച്ചിയാണ് നമ്മൾ MC ഇന്ന്. Good evening everyone. A very warm welcome to everyone. I would like to welcome all of you to today's Christmas celebration. ഈശോയുടെ ജനനം ലോകം എങ്ങും ആഘോഷിക്കുകയാണ്. നമ്മൾ മലയാളികളും ആഘോഷത്തിന്റെ കാര്യത്തിൽ ഒട്ടും മോശമല്ല. ക്രിസ്മസ് ആകുമ്പോൾ കാരോടും സാന്റാക്ലോസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു സെലിബ്രേഷൻ നടത്തില്ല. നമ്മുടെ സാന്റ അവിടെ റെഡി ആയി കഴിഞ്ഞതാണ് നമുക്ക് കിട്ടിയ വിവരം. നമ്മള് സാന്റേനെ വെൽക്കം ചെയ്യാം. നമ്മൾ ഇത്രയും പേരാണ് ഇന്നത്തെ പരിപാടിക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ മലയാളികൾ മാത്രമല്ല കേട്ടോ ഉള്ളൂ. നമ്മുടെ താജ് ആൻഡ് അൻസാരി ഫാമിലി, പിന്നെ അഞ്ജലി ആൻഡ് റോബിൻ ഫാമിലി, അങ്ങനെ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. First of all, a big thanks to Stream Solutions from Brandon for sponsoring our today's event. Thanks again Nirmal Thakur, our Malayali community really appreciated. നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പ്രാവശ്യം സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ താങ്ക്സ് ടു സ്ട്രീം സൊല്യൂഷൻസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു ദിസ് ക്രിസ്മസ് പാർട്ടി. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ഡാൻസ് പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ കളിച്ച കുറച്ച് ഡാൻസിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, പക്ഷെ എനിക്ക് കവർ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഗ്രാംസിൻ്റെ ചെറിയ ചെറിയ പാർട്സ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പണ്ട് സ്കൂളിൽ കളിച്ചതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഈ പാട്ടിനൊന്ന് ഡാൻസ് കളിക്കാൻ പറ്റുന്നത്. എന്നെ പോലെ തന്നെ ചേച്ചിമാരുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളൊരു പാട്ട് തന്നെയായിരുന്നു ഇത്.
ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? അടിപൊളി പരിപാടിയായിരുന്നു, വിചാരിച്ചേക്കാളൊക്കെ സക്സസ് ആയി. അവസാനത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കും, ഇതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കും. ഓൾറെഡി ഒരുപാട് ലേറ്റായി, 9:30. നന്നായിട്ട് വിശക്കുണ്ട് ഡാൻസൊക്കെ കളിച്ചുകൊണ്ട്. We have a delicious feast at the back, so we're gonna move to the feast. ഫുഡ് എല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. നമുക്ക് പലതരത്തിലുള്ള ബിരിയാണിയും നാനും ബട്ടർ ചിക്കനും അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ടായിരുന്നു. നമുക്ക് 2 ടൈപ്പ് ഡെസേർട്ട് ഉണ്ടായിരുന്നു. ഒന്ന് ആദർശേട്ടന്റെ ഫ്രൂട്ട് സാലഡും പിന്നെ റീന ചേച്ചിയുടെ ബ്ലൂബെറി വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം. രണ്ടും അടിപൊളിയായിരുന്നു. ഇനി ഒരു ട്രെയിൻ കൂടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് DJ കഴിയുമ്പോൾ വേണം കഴിക്കാം. ഒരുപാട് പേരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. എല്ലാവരുടെയും നാട്ടിൽ നന്ദി പറയുന്നു. അങ്ങനെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. പയ്യെ നമ്മൾ ക്ലീനിങ്ങിലേക്ക് കടന്നു. എൻ്റെ പണി ഇതാ ഇവിടെ വാക്യൂം ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷനും കഴിഞ്ഞു. പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും ഹാപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.